ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു സജയ് മണ്ടൂർ പോൾട്രി ഫാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലുള്ള റീജിയണൽ പോൾട്രി ഫാമിലാണ്. നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ ഒരു 15 വരെ തരാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും പോയി നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഇനി കൂടുതലായിട്ടുള്ള വീഡിയോകൾ ഇടുന്നുണ്ട്. നമുക്ക് 50 കോഴിക്കുഞ്ഞുങ്ങൾ എന്താണെങ്കിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് പോയി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ആഴ്ചയിൽ ഓരോ വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് എന്തെല്ലാം മരുന്നാണ് ഞാൻ ചെയ്യുന്നത്, എന്തെല്ലാമാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെയിൽ കൗണ്ടർ. ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുകയാണ്. നമ്മൾ ആ ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ ആ ചേച്ചി കൊണ്ടുവന്ന് തരും കോഴിക്കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ എങ്ങനെയാണ് വളർത്തേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വീഡിയോ നമ്മൾ ഉടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തുടർച്ചയായിട്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സാധാരണ കൗണ്ട് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇപ്രാവശ്യം കൗണ്ട് ചെയ്തൊന്നുമില്ല. കൊണ്ടുവച്ചത് അങ്ങനെ ഇടുക ചെയ്തത്. അതായത് ഇതുവരെയും അങ്ങനെ ഒരു കുറവ് തോന്നിയിട്ടില്ല. കറക്റ്റായിരിക്കും അവരവിടെ തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യാൻ നിന്നില്ല, എണ്ണിയിടാൻ നിന്നില്ല. മൊത്തത്തിൽ അതിനങ്ങ് എടുത്തിട്ടു. ഇനി നമുക്കിതിനെ എങ്ങനെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് ആദ്യം തന്നെ കൊണ്ടുപോയി കുറച്ച് നല്ല ശുദ്ധമായ വെള്ളവും തീറ്റയും കൊടുക്കണം. ശുദ്ധമായ വെള്ളം, അതുപോലെ തന്നെ തീറ്റയായിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ്. നമ്മൾ കുറച്ച് ദിവസം എന്താണെങ്കിലും സ്റ്റാർട്ടർ കൊടുത്ത ശേഷമാണ് മറ്റു തീറ്റകൾ കൊടുത്താൽ നന്നായിരിക്കത്തുള്ളൂ. സ്റ്റാർട്ടർ കൊടുക്കാതെ കഴിഞ്ഞാൽ ആ ഒരു ക്ഷീണം കോഴിക്കുഞ്ഞുങ്ങളുടെ വിട്ട് മാറത്തില്ല. നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെല്ലാം നല്ല ക്ഷീണത്തിലാണ്. അതിൽ കൊച്ചിനെ വയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം ഹോസ്പിറ്റലിൽ പോയി നിന്നായിരുന്നു. അതും കൂടി ആയപ്പോഴേക്കും കോഴിക്കുഞ്ഞുങ്ങൾ വളരെ ക്ഷീണത്തിലാണ്. എല്ലാം ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ നമ്മളതിനെ നമ്മുടെ ബ്രൂഡിങ് സിസ്റ്റത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ്. മൊത്തത്തിലൊന്നായിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടു. ഓരോന്നായിട്ട് ഇടുന്ന സമയം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വെച്ച് മൊത്തത്തിൽ അതിനങ്ങനെ ഞങ്ങൾ എടുത്തിട്ടു. നമ്മളെന്തിനാ താഴെ പേപ്പർ വിരിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നല്ല തറയാണ്. എന്നാലും നമ്മൾ പേപ്പർ വിരിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന തീറ്റകൾ അതിന് നന്നായിട്ട് കണ്ട് അത് കഴിക്കാനുള്ളതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ നിലത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കാണത്തില്ല. അപ്പോൾ നമ്മൾ പേപ്പറിലിട്ട് കൊടുക്കുമ്പോൾ അത് നന്നായി കാണുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പേപ്പർ പെട്ടെന്ന് എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മളത് അറക്കപ്പൊടിയിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു 10 കിലോ തീറ്റ വാങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടറാണ് വാങ്ങിയിരിക്കുന്നത്. അത് കുറച്ച് നമ്മൾ കയ്യിലെടുത്ത് കൂട്ടിൽ വിതറി കൊടുക്കണം, പാത്രത്തിൽ കൊടുക്കുന്നില്ല.